2000-ൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വന്നു. അദ്ദേഹം കോട്ടയത്ത് 4 ദിവസം വാജ്പേയി അന്ന് അവിടെയാണ് ന്യൂ ഇയറിനോട് ബന്ധപ്പെട്ട് റെസ്റ്റ് എടുത്ത സന്ദർഭം. ഞാനാണ് വിളിച്ചത്. പലരെയും വിളിച്ചു, ഇല്ല പോകില്ല. ഉസ്താദ് എന്നോട് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ഒരു ആയത്ത് അദ്ദേഹം അത് പറഞ്ഞിട്ട് പറഞ്ഞു, ഭരണാധിപനോട് നമ്മൾ ബന്ധപ്പെടാതിരിക്കരുത്, മാറി നിൽക്കണമെന്നുള്ളത് ശരിയല്ല എന്നുള്ള വാദഗതി എന്നെ അദ്ദേഹം അന്ന് ഓർമ്മിപ്പിച്ചതും അദ്ദേഹം അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്ത ഏക മുസ്ലിം നേതാവാണ് എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വിദ്വേഷത്തിൻ്റെ കനൽ വീതികൾ അത് വാരി വിതറുന്നത് തലമുറകളിലേക്ക് എങ്ങനെ എത്തുമെന്നൊക്കെ എല്ലാവരും ചിന്തിക്കേണ്ടതാണ് എന്നുള്ളത് മാത്രമാണ്. അതിന് നിങ്ങൾക്ക് മുൻവിധിയാൽ നയിക്കപ്പെടുന്ന ഒരു വേദിയിലാണ്, ഇവിടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അണികളെ ആവേശം കൊള്ളിക്കാൻ എളുപ്പമാണ്, കയ്യടി കിട്ടാൻ എളുപ്പമാണ്. പോസിറ്റീവായി പറയുന്ന കാര്യങ്ങൾക്ക് സ്വീകരിക്കാൻ പുതിയ തലമുറ പ്രത്യേകിച്ച് തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വർത്തമാന പത്രങ്ങൾ വായിക്കുന്ന എത്ര ആളുകളുണ്ട് പുതിയ തലമുറയിൽ? ഞാൻ സിറാജ് ഉൾപ്പെടെ എല്ലാ പത്രങ്ങളും വായിക്കുന്ന ആളായിരുന്നു. കമ്പ്യൂട്ടറായി പോയ ശേഷം എനിക്ക് കഴിഞ്ഞിട്ടില്ല. സിറാജിലെ ഇവിടെ അവതരിപ്പിച്ച ആളോട് ഞാൻ ചോദിക്കുന്നു, മാനനഷ്ടത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് ക്ലാസ് എടുത്ത ഒരു കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. അപ്പം ഇതൊക്കെ ഒരുതരം സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കവാങ്ങലാണ്. ആ കൊടുക്കവാങ്ങൽ ശക്തിപ്പെടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നാളെ വലിയൊരു പരിപാടിക്ക് വേണ്ടി ആദ്യമായി അവർ വിളിച്ചപ്പോഴും ഞാൻ എൻ്റെ അസൗകര്യങ്ങളെല്ലാം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും പിന്നെ ഞാൻ ആലോചിച്ചു, ഇങ്ങനെയുള്ള വേദികൾ ചെല്ലുമ്പോൾ അതെല്ലാം പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമ്മുടെ വഴിത്താരയിൽ അന്യോന്യം ഒരു പക്ഷേ നമുക്ക് ഒരേ കേന്ദ്രത്തിലേക്ക് എത്തിപ്പെടാനായിരിക്കില്ല യാത്ര കൊണ്ട് ലക്ഷ്യമാകുന്ന മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത വിശ്വാസങ്ങളാണ്. ആ വിശ്വാസങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അവിടെ നിന്നുകൊണ്ട് സലാം പറയാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതല്ലേ? അങ്ങനെയുള്ള ബന്ധം വേണ്ടേ? അവിടെയാണ് കാന്തപുരം ഉസ്താദിൻ്റെ സവിശേഷത എന്നുള്ള വസ്തുത ഞാൻ ഈ വേദിയിൽ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ലോകമെമ്പാടും നടക്കുന്ന ഒരു മാറ്റം, ഞാൻ ഇസ്ലാമിക രാഷ്ട്രങ്ങളെപ്പറ്റി പറയുന്നില്ല, അതിൻ്റെ കണക്കുകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. രാഷ്ട്രീയ വിദ്യാർത്ഥിയായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അമേരിക്ക ഏറ്റവും ഒടുവിലത്തെ സെൻസസ് നിങ്ങൾ നോക്കിക്കോളൂ. 24% ആളുകൾ ആ സെൻസസിലെ ലാസ്റ്റ് കോളത്തിൽ ദൈവവിശ്വാസമില്ല, ദൈവവിശ്വാസത്തിൽ ഞങ്ങളതിൽ വിശ്വാസികളല്ല എന്ന് എഴുതി കൊടുത്തിട്ടുള്ളവരാണ്. UK, ബ്രിട്ടനിലെ 46% ആളുകൾ ഞങ്ങൾക്ക് വിശ്വാസമില്ല മതത്തിൽ, ദൈവത്തിൽ എന്ന് പറയുന്നവരാണ്. ചൈനയിൽ 80%-ത്തിനടുത്താണ്. അത് പിന്നെ അങ്ങനെ ആയിരിക്കാം. ജപ്പാൻ 63%. ഇന്ത്യയിൽ അങ്ങനെയല്ല, ഇന്ത്യയിൽ ഏതാണ്ട് 1%-ത്തിലും താഴെയാണ്. അപ്പം ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആനോഭദ്ര കൃതവോ എന്ന വിശ്വന്തക, എവിടെ നിന്നും ശുഭചിന്തകൾ വരട്ടെ, സ്വീകരിക്കാം. ഈയൊരു സർവധർമ്മ സമഭാവം പോലെയുള്ള ഭാരതത്തിൻ്റെ ചരിത്രത്തെ, ആ ചരിത്രത്തിൻ്റെ നല്ല വശങ്ങളെ അതൊക്കെ വികലമാക്കാൻ ഞാൻ അതിനൊന്നും ആ വിവാദങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ നല്ല മനുഷ്യരെ വാർത്തെടുക്കാൻ, നല്ല ഹിന്ദുവിനെ, നല്ല മുസൽമാനെ, നല്ല ക്രിസ്ത്യാനിയെ, നല്ല ചാർവാകന്മാരെ, യുക്തിവാദികൾ അങ്ങനെയാണ് ചാർവാകന്മാരെന്നാ പറയുന്നത്. അപ്പം ഇതെല്ലാം വാർത്തെടുക്കാനുള്ള പ്രക്രിയ ഈ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനേറ്റവും കൂടുതൽ സാധിക്കുന്നത് മതപണ്ഡിതന്മാർക്കാണ്, ജ്ഞാനികളായ സ്വാമിമാർക്കാണ്, നമ്മുടെ മറ്റൊരു ക്രിസ്ത്യവിശ്വാസത്തിൻ്റെ ഉന്നതന്മാർക്കാണ്, പിതാക്കന്മാർക്കല്ല തിരുമേനിമാർക്കാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുമാത്രം ഞാൻ മുന്നോട്ട് വെച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. നമ്മുടെ കേരളം നമുക്ക് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. വൈരുദ്ധ്യങ്ങളെല്ലാം വൈവിധ്യങ്ങളാക്കി മാറ്റി വൈവിധ്യങ്ങളെ മാനിക്കുന്ന ഒരു മനോഹര ഉദ്യാനത്തിൽ എല്ലാ പുഷ്പങ്ങളും ഉണ്ടാകണം. ഒരു പുഷ്പം മാത്രം പോരാ. ആ പുഷ്പങ്ങളിൽ നിന്നെല്ലാം ഗന്ധവും
ഗുണവും നമ്മുടെ നയനങ്ങൾക്ക് ഭംഗിയുമെല്ലാം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ നാടിന് ആവശ്യമായിട്ടുള്ളതെന്നുള്ള എൻ്റെ അഭിപ്രായം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്മ നേരുന്നു. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് ഭാരത്. സഖാഫി പ്രതിനിധി സംഗമം ഉടൻ ആരംഭിക്കാനിരിക്കുന്നു. രംഗങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് മർക്കസിന്റെ